Audience. അമ്മേ എന്തോന്ന് തയ്ക്കുന്നത്? ഇതേ ഇത് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ ചുരിദാറിന്റെ ഒരു തുണി കണ്ട് അത് നോക്കുമ്പോ അവക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാ. നല്ല കളറ്. അപ്പൊ ഞാൻ എന്തേ ഒരെണ്ണം തയ്ച്ചതാ. തയ്ച്ചു കഴിഞ്ഞപ്പോ ഇച്ചിരി ഇടം കുറവാണെന്ന് തോന്നണം. അതുകൊണ്ടൊന്ന് അഴിച്ചു നോക്കിയതാ. വരുമ്പോ അങ്ങ് കൊടുക്കാലോ. ഇതേ കൊള്ളാല്ലേ? കൊള്ളാം. പാവം അവള് പോയിട്ടൊരു സമാധാനം ഇല്ല അമ്മ. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല കൊച്ചില്ലാതെ. അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കും തല്ലും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എന്തോരം വഴക്ക് പറഞ്ഞാലും നാണയില്ല, പിന്നെയും വരും അമ്മ അമ്മ എന്ന് വെച്ചോണ്ട്. ഇപ്പഴെനിക്ക് അമ്മയുടെ വിഷമം മനസ്സിലാവണേ. ഇപ്പൊ മനസ്സിലായ? അവള് പഠിക്കാനാ പോയിരിക്കുന്നത്, നീ അതല്ല ചെയ്തത്. ഇപ്പൊ ഒരമ്മയുടെ വിഷമം നീ മനസ്സിലാക്കി കാണും. ആ പോട്ടെ, സാരമില്ല. അവൾ എപ്പ വരും? ക്ലീറ്റ പോയിട്ടുണ്ട്, വരും. അവിടെ ക്ലീറ്റ അവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. വിളിക്കാന്നാ പറഞ്ഞ. അവിടെ എനിക്കങ്ങ് കണ്ടോളാൻ വയ്യ. ഞാനൊന്നും അധികം പുറത്ത് കാണിക്കത്തില്ല. പിന്നെ അമ്മ അവളെ എന്തോരം പുന്നാരിപ്പിച്ചേക്കുന്നു. പുറത്ത് കാണിക്കാത്ത എന്തി? അവള് അമ്മയുടെ ധൈര്യത്തിൽ എൻ്റെ അടുത്ത് തർക്കുത്തരം പറയണ. അവളൊന്ന് രക്ഷപ്പെടണം, എന്നിട്ട് വേണം. ഇതെന്താ അമ്മയുടെ കയ്യില്? ഇതെന്തത്? കൊള്ളാമോ? ഒരു കമ്മലാ? എന്റെ അമ്മ എന്തിന്? ഇതിന് മാത്രം പൈസ ഉണ്ടായ അമ്മയുടെ കയ്യില്? എടി, ഇവിടെ ഇത്തിരി പൊട്ടും പൊടുക്കോ കൂടി ഇരുന്നില്ലേ, അതും എല്ലാം എടുത്തിട്ട് ഒരു ഇച്ചിരി പൈസ ഞാൻ ദൂരക്കൂട്ടി വെച്ചിരുന്നു. അതും എല്ലാം കൂടെ കൊണ്ടുകൊടുത്ത് കടയിൽ പോയി വാങ്ങിച്ചതാണ്. എന്നാലും എന്റെ അമ്മ എന്തിനാ ഈ പൈസ കൊടുത്തില്ലാത്ത സമയത്ത്? കൊച്ചിന് വാങ്ങിച്ചത് പൈസ ചെലവാക്കുന്നതാണ്. വരുമ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എൻ്റെ കുഞ്ഞിന്? പിന്നെ അത് ഇതുപോലെ തന്നെ അവക്കും കൊടുക്കണ്ടേ? നല്ലൂനും കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണ്ടേ? എല്ലാം എൻ്റെ മക്കള് തന്നെയാണ്. എൻ്റെ മക്കളെ മക്കൾ എൻ്റെ മക്കളാണ്. അമ്മയുടെ കാര്യം കൊടുക്കണം. അവള് പഠിക്കാൻ പോട്ടെ. എന്തിനാ അമ്മേ? അവക്കിപ്പൊ കാതിലൊരു പൊട്ട് കിടപ്പുണ്ടല്ലോ. വച്ചേരെ സൂക്ഷിച്ചു അമ്മനെ കൊടുത്തോ. അപ്പൊ ഇത് കാണുമ്പോ എന്റെ പൊന്നെ നിലത്തൊന്നും ആയിരിക്കില്ല. ഇനി പൊങ്ങച്ചൻ കാണിക്കാൻ ഇത് മതി. ഇപ്പൊ എന്റെ സമ്മാനം മുങ്ങിപ്പോയല്ലോ. വന്നെങ്കി ഒന്ന് കാണാമായിരുന്നു. ചെയ്യുമ്പോ എത്തുമായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്നിട്ട് ഇന്ന് പോവോ? 2 ദിവസം നിൽക്കുവോ? എങ്ങനെയാ? നാളെ പോണം. ഇന്ന് വന്നിട്ട് നാളെ പോണം. ഒരു ദിവസത്തേക്ക് കാണാനും പറ്റത്തില്ല. ഇപ്പൊ എല്ലാരും അങ്ങോട്ട് പുന്നാരി പോടങ്ങത്തില്ലേ? അവക്ക് തലയിൽ ഇച്ചിരി എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ ഇച്ചിരി ചെമ്പരത്തി മൈലാഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതൊന്ന് ചെയ്യട്ടെ. അമ്മയ്ക്ക് എനിക്കൊരു പാകം കൃത്യമായിട്ട് അറിയില്ല. ഇന്നാളെ അമ്മ ചെയ്തെന്നാ. അല്ല, അത് പിന്നെ എന്തോ എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് മരുന്നുകളും എല്ലാം ഇട്ട് കാച്ചി അത് 2 കുരുമുളക് ചെയ്യട്ടെ. അമ്മയും കൂടി വാ. 2 നെല്ലും 2 കുരുമുളക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് അത് പൊട്ടുള്ളൂ. ഏട്ടാ ഒന്നിങ്ങ് വന്നേ. എന്റെ ഈ മുടി ഒന്ന് ഇങ്ങോട്ടൊന്ന് വെച്ചോണ്ട് മാറ്റുന്നു. നീ ഇത് ആദ്യം പിടിച്ച് അതല്ല, ചെവിയിലോട്ട്. ചെവിയിലോട്ട് അകത്തോട്ട് വെക്കണോ? മതി മതി ഇങ്ങനെ മതിയാ? മതി മതി. ഇത് ആദ്യമേ അങ്ങ് ചെയ്ത് വെച്ചിരുന്നെങ്കിലാ ഇറങ്ങി വരണം. മതിന്ന്. അത് ഇത് കിടക്കരുത്, മുടിയൊന്നും വീഴരുത്, ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ പഠിക്കണ്ടായിരുന്നല്ലേ? അവക്കും പിള്ളേർക്കും ഒക്കെ മതിയല്ല. അവളവിടെ എന്തിനുണ്ട്? ഓ, ചേച്ചി വെപ്രാളപ്പെട്ട് നടപ്പുണ്ട്. ഞങ്ങള് പോയി മീൻ വാങ്ങിച്ചില്ലേ, അവിടുന്ന് എന്താണ് മീൻ അവക്ക് വറുക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വറുക്കാൻ പോകുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വെച്ചാ കത്തി എവിടെ ഏട്ടാ? ഞാൻ വെച്ചെടുത്ത് നോക്ക്. പിന്നെ അപ്പുറത്തെ പറമ്പിൽ എങ്ങാണ്ട് പോയിട്ട് കറ്റാർവാഴയും പിന്നെ ചെമ്പരത്തിയും പിന്നെ എന്താണ് വേറെ മൈലാഞ്ചി എല്ലാം കൂടെ പറിച്ചിട്ട് അവക്ക് എണ്ണ കാച്ചാൻ വേണ്ടിട്ടു. അതാ പിന്നെ ഞാൻ ബീഫ് വെക്കാന്ന് പറഞ്ഞ എല്ലാം കൂടെ ചേച്ചി ചെയ്യണ്ടേ പാവം. ചേച്ചി വരും. എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. പെട്ടെന്ന് ഉണ്ടാക്കും. മനുഷ്യന് കൊതിയായി നാക്കിന്ന് നീര് വരും. അതിന് നിനക്ക് തിന്നാനല്ല ഇത്. ഇത് മുത്ത ചേച്ചിക്ക്. അവക്ക് ചേച്ചീനെ കാണണ്ട, ബീഫ് തന്നാ മതി. നീ ആളുള്ളല്ലോ. ഇത് എന്താ പറയാത്തതല്ലേ? എത്ര നേരമായി. പൊന്നോ, നേരം വെളുത്തിട്ട് എത്ര പ്രാവശ്യം ചേച്ചി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്?
എന്തായാലും ഈ വരവ് അവൾക്ക് കോളടിച്ച് അമ്മൂമ്മ സ്വർണ്ണമൊക്കെ മേടിച്ചു വെച്ചേക്കുവാ. അവളെ സ്വഭാവത്തിനടി ഞാനിത് കൊടുത്തത് അറിയാമോ? ഒന്ന് വിളിച്ചു നോക്കിയാ ഇവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കിയേ. എടി അവള് വരുമല്ലോ. അല്ല സമയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോയി കുളിക്കാല്ല. ഞാൻ ആകെ പണിയെല്ലാം കഴിഞ്ഞ് നീ കുളിച്ചിട്ട് വേറെ ആരോ വരാൻ പോയില്ല. നിന്റെ നമ്മളെ വെച്ചല്ലേ. അവളുടെ അടുത്ത് വന്നാ പിന്നെ കുളിക്കാനും നേരം കിട്ടുമല്ലോ. ഒന്ന് അവളുടെ അടുത്ത് ഇരിക്കാലോടാ. ഒന്ന് വിളിച്ചോ, ഒന്ന് ഫോൺ എടുത്തിട്ട് പാടി. എന്റെ ചേച്ചി ഇങ്ങനെ കാത്തിരിക്കുന്നതിന് ഒരു സുഖമുണ്ട്. എന്നാ ഞാൻ പോയി ഞാൻ വിളിക്കാം. ഫോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയെന്ന് അറിയാലോ നമുക്ക്. കൊതി പിടിച്ചായിരിക്കും വരുന്നത് തിന്നാനും കുടിക്കാനും. പാവം ഹോസ്റ്റലല്ലേ, നല്ല ഫുഡല്ലേ? നല്ല ഫുഡൊക്കെയാണ്. എന്നാലും നമ്മള് വീട്ടിലുണ്ടാക്കണ പോലെ ആവോ? അല്ല, കയറുമ്പോഴേ ഇറങ്ങുമ്പോഴും അതും ഇതും ഒക്കെ തിന്ന് നടക്കും. അതെ, ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് വിളിച്ചതാ. അവരവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളു. ഓ ശരി എന്നാ ഒന്ന് വേഗം കൊണ്ടുപോകാൻ ക്ലീറ്റോ. കട്ട് ചെയ്ത് എന്നാ പിന്നെ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി അരമണിക്കൂർ എടുക്കും. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് എനിക്ക് പിന്നെ അവളുടെ അടുത്തൊന്ന് പോണ്ടല്ലോ. വന്നു. എവിടെ അവളെവിടെ? അവളുണ്ട്. ഇതേ അവളുടെ കുറെ മുഷിഞ്ഞ തുണികളാണ്. ഇതെല്ലാം ഇന്ന് തന്നെ അലക്കി നാളെ പോകുമ്പോ കൊടുത്തു. കൊച്ചെവിടെ? കൊച്ചു വന്നിട്ടുണ്ട്. കൊച്ചു ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അതിന് അവിടെ നിർത്തിയിട്ട് പോന്നോ? അത് ചാടത്തുള്ളി അങ്ങോട്ട് പോയതിന് അവിടെ മാമനും മാമിയും അമ്മൂമ്മയും എല്ലാം അവിടെ കൊഞ്ചിച്ചോണ്ടിരിക്കും. പിന്നെ മാമനും പെറ്റുള്ള കാണണ്ടേ ആദ്യം? പിന്നെ തന്തയ്ക്ക് കാണണ്ടല്ലോ. മിക്കവാറും നമുക്ക് കാണാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എവിടെ എന്റെ കൊച്ച് മുത്തേ? അവളെന്തേ? അവള് പിന്നെ നല്ലുന്റെ സൈഡിന്റെ കൂടെ അകത്ത്. ആണോ? ഇനി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അവള് വിളിക്കും പൊന്നാ വന്നേ, അമ്മ ഒന്ന് കാണട്ടെ. പാവം. ഇതെന്താടി? നോക്കിയാണ് ഇവളെന്താണ് ഈ തല കാണിച്ചു വെച്ചേക്കണത്? എന്റെ ദൈവമേ, എന്താണ് കാണിച്ചേക്കുന്നത്? മാമി നല്ലല്ലേ ചേച്ചി? ഇതാണ് നല്ലത്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? വന്ന ഉടനെ അമ്മയും മോളും കൂടെ തുടങ്ങിയാണ്. ഇല്ല, മുത്തേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. മുടി കുറച്ചല്ലേ? ഞങ്ങളും അത് തന്നെ പറഞ്ഞു. ഇത് തന്നെ നല്ലത്. ഹോസ്റ്റലിലൊക്കെ ആവുമ്പോ ഇതാ നല്ലത്. ആണ് ആന്റി, നോക്കാൻ പാട്. എങ്ങനെയുണ്ട്? കൊള്ളാം, അഡ്ജസ്റ്റ് ആയി. ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയാ? എന്റെ കൂടെ പഠിക്കുന്ന ദേവി എന്നൊക്കെ പറഞ്ഞ കൊച്ചൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കൊള്ളാം മോക്കളെ? അമ്മ വയ്ക്കണേന്റെ അത്ര ഇല്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കൊറേ നേരം വന്നിട്ട് എങ്കിൽ പിന്നെ ഞാറ്റി കൊണ്ടുപോട്ടെ കൊച്ചിനെ. അല്ല, ഞാൻ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊറേ നാളായില്ലേ അവളെ കണ്ടിട്ട്. എന്താ അടയാണോ? പെട്ടെന്ന് ഇടാം. വരാമേ മാമി. പോയിട്ട് വാ. ഇഷ്ടപ്പെട്ട ഹോസ്റ്റൽ. ചേച്ചി വലിയ തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. എന്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളോട് മുടി വെട്ടാനായിട്ട്. കേട്ടല്ലോ 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 ഏട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ കൊച്ചിനെ വെട്ടിക്കളയാൻ വേണ്ടിട്ടാണ് ഞാൻ വളർത്തിയത്. ഇത്രയും വെട്ടാൻ ഞാൻ പറഞ്ഞില്ല അവളോട്. പക്ഷെ അവക്ക് ഒരു വൃത്തികേടുമില്ല. നല്ല രസമുണ്ട്. സാധനമല്ലേ? അപരാധം ഇനി ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കുകയില്ല. വാ വാ. വരണം. ഞാൻ കൈ കഴുകാം. വാ. അവളെവിടെ? കൊച്ചെവിടെ? അവളിപ്പോ വരും. ഞാൻ ഇപ്പൊ വരും. സുലിച്ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊച്ച ആപ്പാടെ ഒരു ദിവസത്തേക്ക് വരണാണ്. അതിന് നമുക്ക് തികച്ച അതിനെ വർത്താനം പറയാനും മിണ്ടാനോ കിട്ടില്ല. അതുകൊണ്ട് വരട്ടെ, വന്നിട്ട് എടുത്താൽ മതി. വരട്ടെ, വന്നിട്ട് വേണം എനിക്ക്. വന്നിട്ട് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. വേണ്ട, ഞാൻ ഒരു കാര്യം പറയാം. ഇരുന്നിരുന്ന് ഒരു ദിവസം പറയണ കൊച്ചു. അതിന് കഴിക്കണതിന് മുമ്പ് നീ അതും പറഞ്ഞ് അതിന് നീ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ ആ രീതി പരിപാടി വേണം. കാര്യം ചോദിക്കണേന് എന്തിനാ അവള് ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നത്? നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ആണോ? അത് എന്റെ കൊച്ചാണ്. ഈ തലയിൽ കാണിച്ചു വെച്ചേക്കണത് എന്താന്ന് എനിക്ക് ചോദിക്കണ്ടേ? അവളുടെ തന്നിഷ്ടത്തിന് നടക്കാൻ വേണ്ടിട്ടാണ് ഇത്ര നാൾ വളർത്തി വിട്ടത്.
എന്റെ തങ്കം അത് ഇച്ചിരി മുടി വെട്ടിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ കഴുത്ത് വെട്ടി കളഞ്ഞൊന്നുമില്ല. അപ്പൊ മുടി ഇത്ര വരെ വെട്ടിക്കളഞ്ഞ ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം, അത് വളരുമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ദേ ഇതങ്ങ് പഠിച്ചു കളാ, വളരുമല്ലോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ മുട്ട അടിച്ചെന്ന് ഇരിക്കും. ഓ നിങ്ങൾ ഈ വളം വെച്ച് കൊടുക്കുന്നതാണ് എല്ലാത്തിനും കാരണം. ഞാനൊരു കാര്യം പറയാം. കൊച്ചു വന്ന് കഴിച്ചതിന് ശേഷം അതിനടുത്ത് പോലും സംസാരിക്കാവൂ. ഓടല്ലോ, ആവശ്യമില്ല. അയ്യോ ഇതെല്ലാം ഉണ്ടല്ലോ. നല്ല സ്പെഷ്യലും ഉണ്ട്. നീ അവിടെ സുലാനിക്കട എന്താ വിശേഷം? അവിടെ ഇത് വെച്ച് അടയും പായസവും കഴിച്ചാ? പിന്നെ എങ്ങനെ ചോറ് കഴിക്കും? ഇല്ല, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഞങ്ങളുടെ സ്പെഷ്യൽ ബീഫുണ്ട്, മോക്ക് ഇഷ്ടമുള്ള മീനുണ്ട്. കൈ കഴിട്ടോ, ഒരു പീസ് വെച്ചെന്ന്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അയച്ച് കഴിക്കട്ടെ, ഇതെല്ലാം ഇഷ്ടപ്പെട്ട് അതിന് മനസ്സിന് കഴിക്കട്ടെ, കഴിച്ചു കഴിയുമല്ലോ. കഴിച്ചു കഴിഞ്ഞിട്ട് നടി ഇരിക്കടി, ഇരിക്കി. ഇരിക്ക്, എല്ലാത്തിനും ആരോഗ്യം ഉണ്ടാവട്ടെ. ഇരിക്ക്, കഴിക്കും, മക്കളിരിക്കും. എന്താ വേണം? ഇത്രയും ചോറ് വേണ്ടായിരുന്നു. അത് കഴിക്ക്. ബീഫ് വെക്കണോ മീൻ വേണോ? മീൻ. ഓക്കെ. അമ്മയുടെ മീൻ കഴിച്ചിട്ടേ എത്ര നാളായി. ബീഫ് വേണോ? സൂപ്പറാ. ടേസ്റ്റ് ഇപ്പൊ ഹോസ്റ്റലിലെ ഫുഡ് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വില നിനക്ക് മനസ്സിലായല്ലോ. കമ്പയർ ചെയ്യാൻ പറ്റൂല അമ്മയുടെ മീനും. നേരത്തെ എന്തായിരുന്നു അമ്മ ഉണ്ടാക്കണമൊന്നും അങ്ങോട്ടൊക്കെ രുചിയില്ല. അത് ഒരു ഹെൽമെറ്റ് കിട്ടുമെങ്കിൽ എടുത്തിട്ട് വാ. വേഗം കഴിക്ക്, വേഗം കഴിക്ക്. അടിക്കാനാണ്. ഒന്നുമില്ല, നിന്റെ ഈ കോലം കണ്ടിട്ടാണ്. സാരമില്ല. അയ്യ നീ എന്താ നിക്കണേ? ഇരിക്കി ഊണ് കഴിക്കുമ്പോ നിക്കാൻ പാടില്ല. അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൂന് ഇഷ്ടപ്പെട്ട്. നോക്കടി, ഇവിടെ ഇങ്ങനെ ഈ പട്ടിക്കാട്ടിലെ വീടിന്റെ കത്ത് കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ല പുരോഗമനം ഉണ്ടാവുക. ഇവിടെ അങ്ങോട്ട് മാറി ഇന്ന് താമസിച്ചു, ആ മാറ്റം കണ്ട ഒരു മോഡലായിട്ടില്ലേ. എടാ എന്റെ വീടിന്റെ അവിടുത്തെ ജോബിറ്റില്ലേ, അവന്റെ മകള് ഡോക്ടറായിട്ട് വന്നപ്പോ കണ്ടില്ലേ, ഇതുപോലെ മുടിയൊക്കെ ആയിട്ട്. പിന്നെ ഈ കഴുത്തിലിടുന്ന പറ്റാ കോപ്പുണ്ടല്ലോ, അതുകൂടി ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോഡേൺ ഡോക്ടർ. ഇപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വെട്ടണെന്നാ പറയണത്. അതാ ഞാൻ പിന്നെ കഴിച്ചാ മക്കള് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? അതെ, നമുക്ക് ചേച്ചിയുടെ കൂടെ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? കഴിച്ചിട്ടില്ല. ഇതുങ്ങളെ കഴിച്ചിട്ട് പോവാ. തീർത്തു, പെട്ടെന്ന് പോവാ. ഇവരെ കൊണ്ടുപോവാ. അവളിപ്പോ അതെങ്ങനെ അവളെ കൊണ്ടുപോകണ്ട? എങ്ങനെ? അവൾക്ക് അന്നോ ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല. നമുക്ക് പോയിട്ട് ഐസ്ക്രീം കടയിലൊക്കെ ഒന്ന് കറങ്ങിട്ട് പോയാൽ വരാം. കഴിക്കുന്നവരെ നിൽക്കേ അപ്പൂപ്പനെ വന്നിട്ട് കഴിക്കാമല്ലോ. അത് കഴിച്ചിട്ട് പോയാൽ മതി. ഐസ്ക്രീം എന്ന് പറയാ അത് പിള്ളേരാണ് സമാധാനമായിട്ട് നിൽക്കണം. എടാ ഞാൻ അവളെ കൊണ്ടായിട്ട് ഈ മഴയത്ത് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണ കാര്യം ആ പെണ്ണ് പിടിച്ചോളൂല്ലേ? നീ ഉണ്ടായിരിക്കണേ അവിടെ. കുട്ടി വന്നു കഴിഞ്ഞാൽ അവൾ എന്തായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബാബാ നമുക്ക് പോയി കറങ്ങിട്ട് വരാം. അമ്മ അവനും കൊള്ളാന്ന് പറഞ്ഞല്ലേ. ഡോക്ടറെ എന്ത് കിടക്ക് ഉറങ്ങണില്ലേ? ഉറങ്ങണം. പിന്നെന്ത് ഇങ്ങനെ ഇരിക്കണം? അമ്മ മിണ്ടിയില്ല. എങ്ങനെ മിണ്ടും? ആ കോലക്കേടല്ലേ നീ കാണിച്ചു വെച്ചേക്കണേ. നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നാ. ഏത് നേരത്താണ്? സത്യം പറയല്ല മുത്തേ, ആദ്യം നിന്നെ കണ്ടില്ലേ, കണ്ടപ്പോ എനിക്കും തോന്നി ഇത് വേറെ ഏതോ ഒരു അമ്മച്ചി നിൽക്കും പോലുണ്ട്. അവിടെ ഒട്ടും പറ്റാത്തോണ്ട്. കുഴപ്പമില്ല. അത് മാത്രല്ല ഞാൻ ഇത്ര ആക്കാനല്ല, ഞാൻ അവളടുത്ത് ഇത്ര ആക്കാനാ പറഞ്ഞ. അവൾ ഒരു സൈഡ് ഇങ്ങനെ ആക്കി, പിന്നെ ഇപ്പുറത്തെ സൈഡ് ആക്കണ്ടേ, പിന്നെ വെട്ടി അവള് ഷേപ്പാക്കി. സാരമില്ല. അതെ, ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിന്റെ അമ്മ നിന്റെ തലയിൽ തേക്കാനായിട്ട് ഇവിടെ എന്തൊക്കെ എണ്ണയെല്ലാം കാച്ചി റെഡിയാക്കി അങ്ങനെയെല്ലാം ഇരുന്നതാണ്. അപ്പോഴാണ് നീ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്നത്. ഇത് പോരാത്തതിന് നിനക്ക് വന്നിട്ട് ഇടാനായിട്ട് ഒരു ചുരിദാർ ഇവിടെ 2-3 ദിവസമായിട്ടിരുന്ന് തയ്ച്ച് അതിനെ മിനുക്കി എല്ലാം ആക്കി വെച്ചേക്കാ. ഒന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച്. മിണ്ടാ അവൾക്ക് തോന്നണ്ടേ? ഇത് കണ്ടാ പിന്നെ എങ്ങനെ തോന്നും? അവളെ മോളല്ലേ, വേറെ ആരെ പോലെ ഇരിക്കുന്നു. എന്ത് ചെയ്യും? മുടി വെട്ടി അത്ര മാറോ? ഓൾറെഡി അത് മാറി. അത് പോട്ടെ, നീ ഒരു കാര്യം ചെയ്യും. നീ ആ ചുരിദാറൊക്കെ എടുത്തിട്ട് ചെന്ന് നിന്റെ അമ്മയെ ഒന്ന് സോപ്പിടും. നീ സോപ്പിട്ട വീഴാതെ അമ്മ വീഴും. ഇന്നിവിടെ എന്റെ മുഖത്ത് നോക്കുന്ന ഇങ്ങനെ നോക്കിയ.
പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആകുമ്പോ മറക്കും. അതാ ഞാൻ പറഞ്ഞത്, മക്കള് ചെന്നിട്ട് ആ ചുരിദാറും എടുത്തിട്ടിട്ട് നേരെ ഒന്ന് പോയി. എനിക്ക് വയ്യാതെ എനിക്ക് പേടിയാണ്. എന്തേലും പറഞ്ഞു വെറുപ്പിച്ചിട്ട് നാളെ പോയി. പേടി തോന്നുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്ത സമയത്ത് അമ്മയൊന്നും ഓർക്കാത്തത് അല്ലെങ്കിൽ ഡാഡിയൊക്കെ ഒന്നും ഓർക്കാത്തത്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഈ കുരുത്തക്കേട് കാണിക്കുമ്പോ അമ്മയെ ഓർക്കണം, ഡാഡിയെ ഓർക്കണം കേട്ടോ. ചെന്ന് നീ പോയി സോപ്പിട്. വേണ്ട. പോവല്ലേ? അല്ലേലും എന്റെ അമ്മയല്ലേ. പിന്നെ അല്ല. മുത്തേ, പിന്നെ ഡാഡിക്ക് 2 ദിവസമായിട്ട് ഇവിടെ ഒരു വേദന ഈ ഭാഗത്ത്. ഇവിടെ അതെന്തായിരിക്കും മക്കളെ? ആ ഡാഡി വല്ല ENT കാണിക്കാത്ത ഡോക്ടറിന്. പിന്നെ നീ ആര്? ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നു. അത് കിട്ടിയാലേ ഡോക്ടറാവൂ. പെട്ടെന്ന് ഡോക്ടറാവും. നല്ലോണം കുറെ അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ. ആദ്യം അമ്മയൊന്ന് ചികിത്സിക്കും. മുടിയും വെട്ടി കോലക്കേടും കാണിച്ച്. എന്നാൽ എന്ത് ഭംഗിയല്ലേ, ഇട്ട് തച്ചതുപോലെ. കൈയും ഒക്കെ കറക്റ്റ്, പെർഫെക്റ്റ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി ഒരാഴ്ച ഇത് മാറിയും തിരിഞ്ഞ് എവിടെ പോയാലും ഞാൻ ഇത് ഇടൂ. മുത്തേ, നീ പൊയ്ക്കോ. നീ എന്നോടൊന്നും പറയാൻ വരണ്ട. അല്ലേലും നാളെ ഞാൻ പോവാ. ഇന്നൊരു ദിവസമേ ഉള്ളൂ ഇവിടെ. അയ്യോ, ഭയങ്കര വിഷമം തന്നെ. നാളെ പോയാൽ എങ്ങോടാ? നീ വീണ്ടും നിന്റെ സ്വാതന്ത്ര്യത്തിലോട്ടല്ലേ പോകുന്നത്. നിനക്കിപ്പ അമ്മയുടെ വാക്ക് എന്ത് വാക്ക്, ഡാഡിയുടെ വാക്ക് എന്ത് വാക്ക്, അവരുടെ ഇഷ്ടം എന്താ? നിനക്കിപ്പോ സ്വന്തം കാലിൽ നിക്കാന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ജീവിച്ചോ. അമ്മ എന്തിനാ അതിന്? അമ്മ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കണത് എന്തിനാ? അമ്മ മുടി വെട്ടിയാണെങ്കിൽ അമ്മ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. മുടി വെട്ടിയതിന് എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? ശരി, വെട്ടി അമ്മ എടുത്ത് പറയാതെ വെട്ടിയത് തെറ്റ്. ഞാൻ സോറി പറയാം, സോറി. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, അത് അമ്മ കേൾക്കണം. അമ്മ നോക്കമ്മ, നമുക്ക് 11 മണി വരെ ഇരുന്ന് പഠിക്കണം. രാവിലെ 5 മണിക്ക് എണീക്കണം. പിന്നെ കുളിച്ചിട്ട് ഞാൻ എപ്പി ജട അടക്കും. വീട്ടിലുള്ളപ്പോ ആരാണ് എനിക്ക് എണ്ണ വെച്ചിരുന്ന? അമ്മയല്ലേ. ആര് ജടയാണ് ഉഴക്കി തരുന്ന? അമ്മയല്ലേ. മുടിയെല്ലാം അമ്മയാണ് നോക്കുന്നത്. എനിക്ക് അവിടെ ആരുണ്ട്? ഞാൻ ഒറ്റയ്ക്കല്ലേ. എനിക്കിവിടെ അതൊക്കെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഓർത്തപ്പോ ഈ മുടി നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും വെട്ടിയപ്പം എന്റെ റൂംമേറ്റ് ദേവിക, അവളുടെ അമ്മ ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ അവള് പറഞ്ഞു, എടി നീ ഇത്രയും നല്ല മുടിയല്ലേ, നീ ഇങ്ങനെ കുളമാക്കണ്ടെന്ന് പറഞ്ഞാൽ അവള് വെട്ടി തന്ന. ശരിയാണ്, കുറച്ച് കേറിപ്പോയി. അതിനിങ്ങനെ അമ്മ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊക്കെ നീ പറയണ വെറുതെയാണ്. നീ വലിയ ഫാഷൻകാരി ആവാൻ നോക്കിയതാ. ഞാൻ എന്തോ അടക്കം ഒതുക്കത്തിൽ വളർത്തിയ കൊച്ചന്നിട്ട്. ശരി, ഫാഷൻകാരി ആവാന്ന് വെച്ചു. ഇപ്പൊ ആയ എന്താണ്? വന്ന വഴി മറക്കാതിരുന്നാ പോലെ. കുറച്ച് ഫാഷനായ എന്താണ്? അതിന് തന്നെ എനിക്ക് വേറെ എന്ത്? അമ്മ കേക്ക്, ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് രാത്രി വരെ 11 മണിക്കോ 5 മണിക്കൊക്കെ എണീച്ചിരുന്ന് ഇങ്ങനെ വേറെ സ്ഥലത്ത് അമ്മ അച്ഛനെ കാണാതെ പോയി പഠിക്കുന്ന? എനിക്ക് ജോലി മേടിച്ച് എൻ്റെ ഡാഡിയുടെ ഈ പരിപാടിയൊക്കെ നിർത്തി റിട്ടയർ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായിട്ടിരുത്തണം. എനിക്ക് അമ്മയ്ക്ക് ഇത്ര ഉള്ളൊരു മാലയും, അമ്മ ഇനി നാളെ എന്ത് ചെയ്യും, നാളെ ലോൺ അടയ്ക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ആദ്യമൊക്കെ മാറ്റി അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അമ്മ പൈസ നോക്കാതെ എന്താന്ന് വെച്ച് എടുത്തു എന്ന് പറയാൻ വേണ്ടിയല്ലേ. മാമനെ നോക്കണം, മാമിയെ നോക്കണം, അമ്മുമ്മ, അപ്പൂപ്പൻ, പിള്ളേർ, ഇവരെയൊക്കെ പിന്നെ ആര് നോക്കും? അതിനൊക്കെയല്ലേ. എന്നാലും അമ്മേനോട് പറയുന്നുണ്ട്. ഓക്കെ, അത് തെറ്റ് അല്ല. ഞാൻ എങ്ങനെ പറയും? എനിക്ക് ഫോണുണ്ടോ വിളിക്കാൻ? ആ പാട ആഴ്ചയിൽ ഒരു 5 മിനിറ്റ് തരും. അതിന് ഹലോ എന്ന് പറയുമ്പോ തന്നെ 5 മിനിറ്റ് തീരും. ഇതൊന്ന് അയച്ചാ നോക്കട്ടെ. വേണ്ട വേണ്ട, ഇനി അത് കണ്ടിട്ട് വീണ്ടും കൊള്ളൂല. ഞാനൊരു കാര്യം, ഇതിപ്പോ എങ്ങനെയാന്ന്, നമ്മൾ അന്ന് പണ്ടൊരു പടം കണ്ടേല് സലീം കുമാറിന് ഇങ്ങനെ ഇട്ടേക്കൂല, അതുപോലെയല്ലേ? സോറി, എന്റെ ചക്രൊക്കെ വിടാൻ സുഖം. എന്റെ റൂമില് പിള്ളേരൊക്കെ പാവങ്ങളാ. ആ നീലാഞ്ജന അമ്മ എന്നെ കൊണ്ടാക്കിയില്ലേ, അപ്പൊ ഒരു നീലാഞ്ജനെ കണ്ടില്ലേ, സായിപ്പലെ പോലെ ഇങ്ങനെ. അവൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പോയപ്പോ തൊട്ട് പറയണേ, നിന്റെ അമ്മ എന്ത് സുന്ദരിയാണ്, നിന്റെ സത്യം. ഞാൻ പിന്നെ ശരിയാ, ആ അമ്മയുടെ സൗന്ദര്യം നിനക്ക് കിട്ടിയേ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർമാരൊന്നും കുഴപ്പമില്ല. ഇനി ഇത് വെട്ടിത്തന്ന ദേവിക, പിന്നെ സാനിയ എന്ന് പറഞ്ഞ 3 പിള്ളേർ. നിങ്ങൾ കൂട്ടല്ലേ? കൂട്ട
തന്ന പക്ഷെ ഫുഡ് ഈ തന്നു വിടുന്ന സ്നാക്കൊക്കെ നീ എങ്ങനെയാ കഴിക്കുന്നത്? അത് തീർന്നല്ലോ. അതാ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവനവന്റെ വയറ്റിലോട്ട് പോവില്ല. പിന്നെ എല്ലാവർക്കും കൊടുക്കണ്ടേ? കൊടുക്കണം, എന്നാലും നീ ഇച്ചിരി അധികം കഴിക്കണം. മാമിയുടെ അച്ചാറൊക്കെ കൊണ്ടുപോയി തുറന്നതേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് എല്ലാത്തിനും ആർത്തിയായിരിക്കും. കാണാതെ ഉണ്ട്. പക്ഷെ അമ്മയുടെ ഫുഡൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പോട്ടെ, ക്ഷമിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ഇവിടെ കിടക്കച്ചിരി വർത്താനം പറയട്ടെ എന്റെ കൊച്ചിനോട്. എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നോക്കാം.